ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ബൈബിളിലെ 1 ദിനവൃത്താന്ത പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എൻ്റെ പേരിൻ്റെ ആദ്യ രണ്ടക്ഷരത്തിൽ ഒരടയാളം ചേർത്താൽ പരിചയപ്പെടുത്താനോ പരിചയപ്പെടുത്തുന്നതിന് മുൻപോ ഉപയോഗിക്കുന്നതുമായ ഒരു വാക്കും ഭർത്താവിൻ്റെ ചുരുക്കെഴുത്തും ഒരു സ്ത്രീനാമവും എൻ്റെ പേരിനകത്ത് കാണാൻ കഴിയും. ഞാൻ ആരാണ്? എൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം: ഹായ് ഹസ്താരി. മാതാവിൻ്റെ പേര് നയര. അഭിസംബോധന നാമം ഹായ്. ഭർത്താവിൻ്റെ ചുരുക്കെഴുത്ത് ഹസ്. ഒരു സ്ത്രീനാമം താര. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഒരു 5-അക്ഷര വാക്കിൽ 3 മലയാള സ്ത്രീനാമങ്ങൾ കാണാം. ഏതൊക്കെയാണ് സ്ത്രീനാമങ്ങൾ? ഉത്തരം: ദിവ്യ സംഗീതം. സ്ത്രീനാമങ്ങൾ ദിവ്യ, സംഗീത, ഗീത. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 42-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് തലമുറകൾ കുറവായിരുന്നെങ്കിലും എനിക്ക് തലമുറകൾ അവരെക്കാൾ കൂടുതലുണ്ടായിരുന്നു. എൻ്റെ മക്കളുടെ എണ്ണം എത്രയാണ്? ഞാൻ ആരാണ്? ഉത്തരം: ശിമെയി. 16 പുത്രന്മാർ, 6 പുത്രിമാർ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 27-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ മകൻ്റെയും മരുമകളുടെയും പേരുകൾ തമ്മിലും അവരുടെ 2 മക്കളുടെ പേരുകൾ തമ്മിലും മകൻ്റെ ഭാര്യ സഹോദരന്മാരുടെ പേരുകൾ തമ്മിലും ഒരക്ഷര വ്യത്യാസത്തിൽ പരസ്പര സാമ്യമുണ്ട്. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും ആരാണ്? ഉത്തരം: മനശ്ശെയും ഭാര്യയായ അരാമ്യ സ്ത്രീയും. മകനും മരുമകളും മാഖീരും മയഖയും. മക്കൾ പേരെശ്, ശേരെശ്. മകൻ്റെ ഭാര്യ സഹോദരന്മാർ ശുപ്പീമും ഹുപ്പീമും. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പ്രശസ്തനായ ഒരു ജാതീയ രാജാവിൻ്റെ മകളുടെയും മരുമകൻ്റെയും പേര് ഒന്നാണ്. ആ പേര് എന്താണ്? ഉത്തരം: രാജാവ് മിസ്രയീം രാജാവായ ഫറവോൻ. മകൾ ബിദ്ധ്യ, മരുമകൻ മേരേദ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: എൻ്റെ പേരിനകത്ത് 2 ദേശനാമവും ഒരു സ്ത്രീനാമവും കാണാം. ഒരു ദേശനാമം ലഭിക്കാൻ ഒരടയാളം കൂടി വേണം. പേരുകൾ അക്ഷരക്രമത്തിൽ തന്നെ. അക്ഷരങ്ങൾക്ക് സ്ഥാനമാറ്റമില്ല. ഉത്തരം: ഹായ് ഹസ്താരി. ഹായ്, ഹായ്ക്ക് വള്ളി അടയാളമായിട്ടു. ഹയസ്. സ്ത്രീനാമം താര. 1 ദിനവൃത്താന്തം 4-6, ഉൽപ്പത്തി 12-8, യെശയ്യാവ് 15-4. അടുത്ത ചോദ്യം: സ്ത്രീയുടെയും പുരുഷൻ്റെയും ദേശത്തിൻ്റെയും നാമത്തിൽ അറിയപ്പെടുന്ന ഒരു നാമത്തിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ ഒരു ധാന്യം. അത് എന്താണ്? ഉത്തരം: തിമ്ന. 1 ദിനവൃത്താന്തം 1-39, ഉൽപ്പത്തി 36-22, ന്യായാധിപന്മാർ 14-1. ധാന്യം തിന. യെഹെസ്കേൽ 4-9. അടുത്ത ചോദ്യം: ഒരു കുഞ്ഞുവാവയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ച തൻ്റെ ചേച്ചിയുടെ പേരിന് സമാനമായ ഒരു നാമം വംശാവലിയിൽ കാണാം. ആ പേര് എന്താണ്? ഉത്തരം: മിര്യാം. മോശക്കുഞ്ഞിനെ ഫറവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച മോശയുടെ ചേച്ചി മിര്യാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-10 വാക്യങ്ങൾ. വംശാവലിയിലെ മിര്യാം. 1 ദിനവൃത്താന്തം 4-17. അടുത്ത ചോദ്യം: വീട്ടുജോലിക്കാരന് ഭാര്യയായി തീർന്നത് ആരുടെ
മകളാണ്? ഉത്തരം ശേഷാന്റെ മകൾ മിസ്രൈമിയ ദാസനായ യർഹയ്ക്ക്. 1 ദിനവൃത്താന്തം 2:34-35 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാൻ 5 സ്ത്രീകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരാണ്? ഉത്തരം കാലേബ്. സ്ത്രീകൾ അസൂബ, യെരിഹോത്ത്, എഫ്രാത്ത്, മയഖ, ഏഫ. 3 ഭാര്യമാർ, 2 വെപ്പാട്ടിമാർ. 1 ദിനവൃത്താന്തം 2:18, 19, 46, 48 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എൻ്റെ ഭർത്താവിന് ഷഷ്ടിപൂർത്തിയായപ്പോഴാണ് എന്നെ വിവാഹം കഴിച്ചത്. ഞാൻ ആരുടെ മകളാണ്? ഭർത്താവിൻ്റെ പേര് എന്താണ്? ഉത്തരം മാഖീരിൻ്റെ മകൾ. ഭർത്താവ് ഹെസ്രോൻ 60 വയസ്സായപ്പോഴാണ് മാഖീരിൻ്റെ മകളെ വിവാഹം കഴിച്ചത്. 1 ദിനവൃത്താന്തം 2:21. ഷഷ്ടിപൂർത്തി 60 വയസ്സ് തികയുന്നതിനെയാണ് ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. ഹൈന്ദവരുടെ ഇടയിൽ ഇത് വലിയൊരു ആചാരമാണ്. അടുത്ത ചോദ്യം, ഞാനൊരു പുരുഷൻ, എൻ്റെ പേരിൽ സ്ത്രീയുണ്ട്, എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം അസ്ത്രിയേൽ. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം, ഒരു സ്ത്രീയുടെ ജന്മദേശത്തിലും മറ്റൊരു സ്ത്രീയുടെ സഹോദരനിലും കാണപ്പെടുന്ന ഒരു നാമത്തിന് അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ്? ഉത്തരം ഇസ്രയേൽ. ജന്മദേശം ഇസ്രയേൽക്കാരത്തിയായ അഹീനോവം. 1 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യം. സഹോദരൻ ഹസലോൽപോനിയുടെ. 1 ദിനവൃത്താന്തം 4:5. അർത്ഥം ദൈവം വിതയ്ക്കും. ഹോശേയ 1:5. അടുത്ത ചോദ്യം, ബൈബിളിൽ ഒരു സ്ത്രീനാമത്തിൽ ആരംഭിക്കുന്നതും ഒരക്ഷര വ്യത്യാസത്തിൽ 2 പ്രാവശ്യം മാത്രം കാണുന്നതുമായ ദേശനാമം ഏതാണ്? ഉത്തരം സ്ത്രീനാമം എഗ്ല, ദാവീദിന്റെ ഭാര്യ. എഗ്ലത്ത് ഷെലീഷിയ, എഗ്ലത്ത് ഷെലീഷിയ. 1 ദിനവൃത്താന്തം 3:3, യെശയ്യാവ് 15:5, ഇരമ്യാവ് 48:34. അടുത്ത ചോദ്യം, ബന്ധുക്കളായ സമാന പേരുകളിൽ അറിയപ്പെടുന്ന 2 സ്ത്രീകളുടെ പേരിൻ്റെ ഒരക്ഷര വ്യത്യാസത്തിൽ മറ്റൊരു സ്ത്രീയെ കാണാം. അവർ ആരൊക്കെയാണ്? ഉത്തരം അബീഹയിൽ, അബീഗയിൽ. ഒരക്ഷര വ്യത്യാസം ഹായും ഗായും. ബന്ധുക്കൾ ഇവർ തമ്മിൽ നാത്തൂന്മാരാണ്. ദാവീദിന്റെ സഹോദരി അബീഗയിൽ. 1 ദിനവൃത്താന്തം 2:16. ദാവീദിന്റെ ഭാര്യ അബീഗയിൽ. 1 ദിനവൃത്താന്തം 3:1. അബീഹയിൽ അബീഷുവിൻ്റെ ഭാര്യ. 1 ദിനവൃത്താന്തം 2:29. അടുത്ത ചോദ്യം, ഏദോം രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞി ആരാണ്? ഉത്തരം മെഹേത്തേബേൽ. 1 ദിനവൃത്താന്തം 1:50. അടുത്ത ചോദ്യം, എൻ്റെ ഭർത്താവ് മരിച്ച ശേഷമാണ് ഞാൻ പ്രസവിച്ചത്, എങ്കിൽ ഭർത്താവ് ആര്? മകൻ ആരാണ്? ഉത്തരം ഭർത്താവ് ഹെസ്രോൻ, മകൻ അശൂർ. 1 ദിനവൃത്താന്തം 2:24. അടുത്ത ചോദ്യം, എൻ്റെ പേരിനകത്ത് 2 പുരുഷനാമവും 1 ദേശനാമവും 1 സ്ത്രീനാമവുമുണ്ട്. ഉത്തരം യഹൂദിയ. 1 ദിനവൃത്താന്തം 4:18. പുരുഷനാമങ്ങൾ യഹൂദ, യാക്കോബിന്റെ മകൻ. ഉൽപ്പത്തി 29:56. യഹൂദി യഹോയാക്കീം രാജാവിന് ചുരുൾ വായിച്ച് കേൾപ്പിച്ചയാൾ. യിരെമ്യാവിന്റെ പ്രവചനം 56:9-14 വാക്യങ്ങൾ. ദേശനാമം യഹൂദ. ആവർത്തനം 54:2. സ്ത്രീനാമം ദിയ. അടുത്ത ചോദ്യം, ഞാനൊരു
മിശ്രവിവാഹിത. 3 മക്കളിൽ 2 പേർ അകാല മൃത്യു ഭവിച്ചു. ഞാൻ ആരാണ്? ഉത്തരം ബത്ശൂവ. കനാന്യ സ്ത്രീ, ഭർത്താവ് യഹൂദ. 1 ദിനവൃത്താന്തം 2:3. മക്കൾ ഏർ, ഓനാൻ, ശേല. അകാല മൃത്യു ഭവിച്ചവർ ഏർ, ഓനാൻ കനാൻ ദേശത്ത് വെച്ച് മരിച്ചു. ഉൽപ്പത്തി പുസ്തകം 46:12. അടുത്ത ചോദ്യം. ഞാനൊരു രാജ്ഞി, എൻ്റെ മകൻ്റെ പേരിൽ പ്രശസ്തനായ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ ഞാൻ ആരാണ്? ഈ ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ട്. ഒന്നാമത്തെ ഉത്തരം ഞാൻ അബീഗയിൽ, മകൻ ദാനിയേൽ, പ്രവാചകൻ ദാനിയേൽ. 1 ദിനവൃത്താന്തം 3:1, ദാനിയേൽ 1:7. രണ്ടാമത്തെ ഉത്തരം ഞാൻ ബത്ശൂബ, ദാവീദ് രാജാവിൻ്റെ ഭാര്യ. 1 ദിനവൃത്താന്തം 3:1-5. എൻ്റെ മകൻ നാഥാൻ. 1 ദിനവൃത്താന്തം 3:5. പ്രവാചകന്റെ പേര് നാഥാൻ. 1 രാജാക്കന്മാർ 1:10. അടുത്ത ചോദ്യം. ഒരു ഇസ്രയേൽ രാജാവിൻ്റെ സഹോദരിയുടെയും മറ്റൊരു ഇസ്രയേൽ രാജാവിൻ്റെ അമ്മയുടെയും പേരൊന്നാണ്. ആ പേര് എന്താണ്? ഉത്തരം സെരൂയ. ഇസ്രയേൽ രാജാവായ ദാവീദിൻ്റെ സഹോദരി സെരൂയ. 1 ദിനവൃത്താന്തം 2:16. ഇസ്രയേൽ രാജാവായ യൊരോബെയാമിൻ്റെ അമ്മ സെരൂയ. 1 രാജാക്കന്മാർ 11:26. അടുത്ത ചോദ്യം. ഒരു ദേശത്തിൻ്റെയും ഒരു പർവ്വതത്തിൻ്റെയും സമാന നാമമുള്ള ഒരു വ്യക്തിയുടെ സഹോദരിയുടെ പേര് എന്താണ്? ഉത്തരം ഹമ്മാലേഖേത്ത്. 1 ദിനവൃത്താന്തം 7:18. ഗിലെയാദ് ദേശം. സംഖ്യ 32:1. ഗിലെയാദ് പർവ്വതം. ഉൽപ്പത്തി 31:21. അടുത്ത ചോദ്യം. ബൈബിളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പുസ്തകം ഏതാണ്? ആരൊക്കെയാണ്? ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രസ്താവിച്ചിരിക്കുന്ന സ്ത്രീയുടെ നാമം ഏത്? എത്ര പ്രാവശ്യം? 1 ദിനവൃത്താന്തത്തിൽ സമാനമായ ഒരു സ്ത്രീനാമം ആവർത്തിച്ചിട്ടുണ്ട്. ആ നാമത്തെ വ്യത്യസ്തമാക്കുന്ന സൂചനകൾ നൽകുക. ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം സ്ത്രീനാമം പ്രസ്താവിച്ചിട്ടുള്ള പുസ്തകം 1 ദിനവൃത്താന്തമാണ്. ഇനി സ്ത്രീനാമങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 1 കെദൂറ 1:32. 2 തിമ്ന 1:39. 3 മെഹത്തബേൽ 1:50. 4 ബത്ശൂബ 2:3. 5 താമാർ 2:4. 6 സെരൂയ 2:16. 7 അബീഗയിൽ 2:16. 8 അസൂബ 2:18. 9 ഇരിയോത്ത് 2:18. 10 എഫ്രാത്ത 2:19. 11 അബിയ 2:24. 12 അദാര 2:26. 13 അബീഗയിൽ 2:29. 14 ഏഫ 2:46. 15 മയഖ 2:28. 16 അക്ഷ 2:29. 17 അഹീനോബം 3:1. 18 അബീഗയിൽ 3:1. 19 മയഖ 3:2. 20 ഹഗീത്ത് 3:2. 21 അബീത്താൽ 3:3. 22 എഗ്ല 3:5. 23 താമാർ 3:9. 24 ഷെലോമീത്ത് 2:19. 25 ഹസലോൽപൂനി 4:3. 26 ഹേല 4:5. 27 നയര 4:5. 28 മിര്യാം. 29 മയഖ 7:15. 30 ഹമ്മലോഖെത്ത് 7:18. 31 ഷേര 7:24. 32 സേരഹ് 7:30. 33 ഷൂവ 7:33. 34 ഹൂഷി 8:8. 35 ബേര 8:8. 36 ഹോദേശ് 8:8. 37 മയഖ 9:29. 38 മയഖ 15:29. 39 ബത്ശൂഹ 3:5. 40 യസ്ര 4:17. 41 മിത്രേദ് 1:50. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത് സാറ. 42 പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത്. സാറായി 17 പ്രാവശ്യവും. രണ്ടും ഒരു പേര് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ
59 പ്രാവശ്യമാണ് ബൈബിളിൽ ഈ പേര് ആവർത്തിച്ചിരിക്കുന്നത്. 1 ദിനവൃത്താന്തത്തിൽ ആവർത്തിച്ചിരിക്കുന്ന സ്ത്രീനാമം മയഖ. മയഖ കാലേബിന്റെ വെപ്പാട്ടി 4:48. മയഖ ദാവീദിന്റെ ഒരു ഭാര്യ 3:2. മയഖ ദാവീദിന്റെ ഒരു ഭാര്യ 7:15. മയഖ ഗിബയോന്റെ ഭാര്യ 9:35. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക. ദൈവവചനം പഠിക്കുവാൻ എല്ലാവർക്കും പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.